സംസ്ഥാനത്ത് പുരോഗമിക്കുന്ന ഡിജിറ്റൽ റീസർവേ നടപടികൾക്കിടയിൽ അധികമായി കാണുന്ന സ്വകാര്യ ഭൂമി ക്രമവൽക്കരിക്കുന്നതിനായി പുതിയ നിയമം അനിവാര്യമാണെന്ന ആവശ്യം നിയമസഭയിൽ ശക്തമായി ഉയർന്നു. കെ രാജൻ MLA ആണ് ഈ വിഷയം സഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. സംസ്ഥാനം കൺക്ലൂസീവ് ടൈറ്റിൽ സംവിധാനത്തിലേക്ക് മാറാൻ ഒരുങ്ങുമ്പോൾ ഡിജിറ്റൽ സർവേയും ഇന്റഗ്രേറ്റഡ് പോർട്ടലും മാത്രം മതിയാകില്ലെന്നും അധികമായി കാണുന്ന സ്വകാര്യ ഭൂമി ക്രമവൽക്കരിക്കുവാനുള്ള പ്രത്യേക നിയമ നടപടികൾ കൂടി ആവശ്യമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സൂചിപ്പിച്ചതുപോലെ 10.42 ലക്ഷം ഹെക്ടർ ഭൂമി അളന്നു എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഏതാണ്ട് 28 ലക്ഷം ഹെക്ടർ ഭൂമിയുടെ 1/3 നമ്മൾ അളന്ന് പൂർത്തീകരിച്ചു കഴിഞ്ഞു. സ്വാഭാവികമായിട്ടും ഡിജിറ്റൽ റീസർവേ കേരളത്തിലെ റവന്യൂ രംഗത്തെ വിപ്ലവകരമായൊരു ചരിത്രമാണ്. അങ്ങേക്കറിയാം, അങ്ങ് അതിൽ പങ്കാളിയായ ആളാണ്. സ്വാഭാവികമായിട്ടും പ്രിസൻറ്റീവ് ടൈറ്റിൽ നിന്നൊരു കൺക്ലൂസീവ് ടൈറ്റിലേക്കുള്ള കേരളത്തിൻ്റെ യാത്രയാണ് നമ്മൾ ഡിജിറ്റൽ സർവേ കൊണ്ട് ആലോചിച്ചിട്ടുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ 374 വില്ലേജുകളിൽ 9-2 കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ 600-ലേറെ വില്ലേജുകളിൽ അത് മുന്നോട്ട് പോകുകയും കൂടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് സാർ ഉന്നയിക്കുന്നത്. ഈ ഘട്ടത്തിൽ ഈ പ്രശ്നങ്ങൾ പൂർണ്ണമായും പരിഹരിക്കണമെങ്കിൽ കേരളത്തിൽ ഒരു സെറ്റിൽമെന്റ് ആക്ട് ഉണ്ടാകണം. ആ സെറ്റിൽമെന്റ് ആക്ട് സ്വകാര്യ ഭൂമി ക്രമീകരിച്ചുകൊണ്ട് അധികമായി അളന്നു കിട്ടിയാൽ അത് ക്രമീകരിക്കാൻ പറ്റുന്ന ഒരു ആക്ടിന് കഴിഞ്ഞ തവണ നമ്മുടെ സഭ ഏകകണ്ഠമായി രൂപം നൽകി അത് ഗവർണറുടെ മുമ്പിലേക്ക് അയച്ചു. ഗവർണർ ഒപ്പിട്ടിട്ടില്ല. കൺക്ലൂസീവ് ടൈറ്റിലേക്ക് കേരളം പോകണമെങ്കിൽ നമ്മളിപ്പോൾ കണ്ട ഇൻ്റഗ്രേറ്റഡ് പോർട്ടലിനും ഡിജിറ്റൽ സർവേക്കും ഒപ്പം അധികമായി കാണുന്ന സ്വകാര്യ ഭൂമിയെ ക്രമവൽക്കരിക്കാനുള്ളൊരു നടപടിയിലേക്ക് നമ്മൾ പോകേണ്ടി വരും. ഡിജിറ്റൽ സർവേയുടെ 2ാം ഘട്ടം തുടരും എന്നങ്ങ് പറഞ്ഞത് വളരെ സ്വാഗതാർഹമാണ്. അതോടൊപ്പം ഈ നിയമത്തെ കൂടി കേന്ദ്രീകരിച്ചൊരു കൺക്ലൂസീവ് ടൈറ്റിലേക്കുള്ള യാത്ര വേഗതയിലാക്കും. സാർ, അങ്ങോട്ട് സൂചിപ്പിച്ചത് അങ്ങയുടെ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിലാണെന്ന് എനിക്കറിയാം. പല ഭൂമി അളക്കുമ്പോഴും SSI കാണുന്ന സാഹചര്യമുണ്ട്. അത്തരം ഭൂമികൾ നമുക്ക് ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണം, അതിന് വേണ്ട ഒരു നിയമം അനിവാര്യമാണ്. അത്തരം കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കേണ്ടത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ സാർ. സമ്പൂർണ്ണമായ നമുക്കറിയാം ഭൂപരിഷ്കരണ നിയമം കൊണ്ടുവന്ന സംസ്ഥാനമാണ് കേരളം. അതെനിക്ക് മനസ്സിലായി, അതിന് അംഗീകാരം കിട്ടിയിട്ടില്ലല്ലോ. അപ്പോൾ അത് സ്വാഭാവികമായും ഭൂപരിഷ്കരണ നിയമം നടപ്പാക്കിയ സംസ്ഥാനത്ത് 6 ദശാബ്ദം കഴിയുമ്പോൾ ഇപ്പോൾ നമുക്ക് നമ്മുടെ ഭൂമി സംബന്ധമായ കാര്യങ്ങളിൽ നമുക്ക് പല രീതിയിലുള്ള മാറ്റവും അനിവാര്യമാണ്. ആ മാറ്റത്തിന് ഈ ഗവൺമെൻറ് നേതൃത്വം കൊടുക്കും.